നീ എന്തായി കാണിക്കുന്നത് ഹണി? സോറി, കോഴിയുടെ ശബ്ദം കേട്ടപ്പോ ഞാനങ്ങ് പേടിച്ചു പോയി. അടിച്ചു പൊളിച്ചു തിമിർത്തു. എല്ലാവരും വെടിക്കെട്ട് ശബ്ദം കേട്ട് പേടിക്കാറുണ്ട്. കോഴിയുടെ ശബ്ദം കേട്ട് പേടിക്കുന്നത് ഇത് ആദ്യമായിട്ടാ. ഇവരെന്തിനാ പാതിരാത്രിക്ക് ഇങ്ങനെ ഇവിടെ നിലവിളിക്കുന്നത്? തീർച്ചയായും എന്തെങ്കിലും പ്രശ്നം കാണും. നമുക്ക് പോയി നോക്കിയിട്ട് വരാം. ദാ നോക്ക്, വേഗം വാ. അല്ല, തന്റെ പ്രശ്നം എന്താ? അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പ്രശ്നം എനിക്ക് വരാറില്ല, ഞാൻ ഉണ്ടാക്കാറേ ഉള്ളൂ. താൻ എന്തിനെങ്ങനെ കിടന്ന് കൂവി വിളിച്ചത്? പൂവൻകോഴി വെളുപ്പം കാലത്ത് കൂവാതെ പിന്നെ എന്താടാ പാതിരാത്രിയാണോ കൂവുന്നത്? പക്ഷെ താൻ ഞങ്ങളുടെ എല്ലാവരുടെയും ഉറക്കം കെടുത്തിയില്ലേ? ഇവൻ അടിച്ച് ഹണിയുടെ പല്ല് മുഴുവൻ പൊഴിച്ചിരിക്കുക. സംശയമുണ്ടോ? താൻ എന്തിനാ ഹണിയെ തല്ലിയത്? അല്ല, എന്തു പറ്റി ചേട്ടാ? എന്താ പ്രശ്നം? എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല, ഞാനേ പ്രശ്നം ഉണ്ടാക്കൂ. ഓടിക്കോടാ മക്കളെ. അല്ല, താനെന്താ ഈ കാണിക്കുന്നത്? താൻ എന്തിനു വേണ്ടിയാ ഹണിയും പണിയും തല്ലുന്നത്? എന്റെ ചേട്ടൻ ബോക്സറാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് ആര് വന്നാലും അദ്ദേഹം അവരെ ഇടിച്ചു വരുത്തും. അല്ല, അത് ശരി. നിങ്ങൾ ഇവിടെ എന്തെടുക്കുകയാണ്? ഞങ്ങൾ പുതിയ അയൽപക്കക്കാരാണ്. എന്ത്? അതുകൊണ്ട് ഇയാള് ദിവസം ഞങ്ങളുടെ ഉറക്കം കെടുത്തോ? നോക്കി, രാവിലെ 6 മണി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കൂവിയാ മതി. പറ്റില്ല, ഞാൻ രാവിലെ എന്ന് ഈ സമയത്ത് കൂവോ? എന്താ പ്രശ്നമുണ്ടോ? നല്ല അയൽക്കാരായിട്ട് ജീവിക്കാൻ പഠിക്കേ. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ആപത്തുണ്ടായാൽ ഞങ്ങൾ സഹായിക്കാൻ വരൂ. ബോക്സർ ബോബിക്ക് ഒരിക്കലും ആരുടെയും സഹായം വേണ്ടി വരില്ല. ബോക്സർ ബാബിക്ക് സഹായം വേണ്ടി വരില്ലായിരിക്കാം, എന്നാൽ തനിക്ക് എന്തെങ്കിലും ഒരു സഹായം വേണ്ടി വരുമല്ലോ. എടാ ഹണി, ഇയാളാണ് ബോക്സർ ബോബി. സംശയമുണ്ടോ? നാട് മുഴുവൻ പനി പിടിച്ച ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. ഈ പാതിരാത്രിക്ക് താൻ എന്തിനിങ്ങനെ കിടന്ന് കൂവുന്നു? അടികൈ. അടിച്ചാലേ താൻ പോവുള്ളൂ? തീർച്ചയായും. കണ്ണാ സാറേ, കൊരയ്ക്കുന്ന ഡോഗി ഒരിക്കലും നമ്മളെ കടിക്കില്ല. ഞാൻ ഈ പൂവൻകോഴിയെ പേടിക്കില്ല. അടികൈ. അത് ശരി, എന്നാ പിടിച്ചോ. അയ്യോ അമ്മോ. അതല്ല, ഇവൻ എന്തിനാ എന്നെ തല്ലിയത്? എന്റെ ചേട്ടൻ ഒരു ബോക്സറാണല്ലോ, അതുകൊണ്ട് ആരെടുത്ത് വന്നാലും അദ്ദേഹം എടുത്തിട്ടിടിക്കും. ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ തല്ലി മേടിക്കാതെ രക്ഷപ്പെടാമായിരുന്നു. പൊയ്ക്കോ, വേഗം വീട്ടിൽ പോകാനുള്ള വഴി നോക്ക. എന്റെ ചേട്ടൻ ബോക്സർ ആയതുകൊണ്ട് അദ്ദേഹം എന്ത് പറഞ്ഞാലും കേൾക്കുന്നതായിരിക്കും നല്ലത്. ബൈ ബൈ. ബൈ ബൈ. ബൈ ബൈ. കൊരങ്ങന്റെ കയ്യിൽ ആരാണ് പൂമാല കൊടുത്തത്? ഈ പൂവനെ എവിടെന്നാ കെട്ടിയെടുത്തത്? അടികൈ. ഓ ഗോഡ്, എന്റെ ഗാർഡനിൽ എന്താണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത്? എന്താ മേഡം? എന്താണിത്? എന്റെ ഗാർഡൻ മുഴുവൻ നശിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് എത്രയും പെട്ടെന്ന് ക്ലീൻ ചെയ്യ്. വേഗം സോർദാർ. യെസ് മേഡം, ഇപ്പൊ തന്നെ ചെയ്തേക്കാം.
ഇത്രയധികം വൃത്തികേടാക്കിയത് ആരായിരിക്കും? ഇത് തീർച്ചയായിട്ടും ആ വൃത്തികെട്ട ബോക്സറിന്റെ ജോലി തന്നെയായിരിക്കും. എടോ താനെന്തിനാ ഞങ്ങളുടെ ഗാർഡൻ ഇങ്ങനെ വൃത്തികേടാക്കുന്നത്? എന്നോട് ചോദ്യം ചോദിക്കുകയാണോടാ? ഇന്നലെ കിട്ടിയതൊക്കെ അങ്ങ് മറന്നുപോയോ? മിണ്ടാതെ പണിയെടുക്കാൻ നോക്ക. ഒരുപാട് കളിച്ചാ തന്നെ ഞാൻ കളി പഠിപ്പിക്കും, സംശയമുണ്ടോ? ഓ 6 മണി കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിക്കും. ഈ അയൽവാസി കാരണം എന്റെ ജീവിതം നശിക്കും. അടികൈ ഇന്ന മര്യാദയ്ക്ക് ആഹാരം കഴിച്ചോണം. എന്റെ ചേട്ടൻ ബോക്സറാണ്. ശ്വാസം വായക്കൂടെ എടുത്താ പോരെ? എനിക്ക് ശ്വാസം വിടാൻ പറ്റുന്നില്ല. മൂക്കിനകത്ത് ധാന്യം കയറിയിരിക്കുകയാണ്. കഴുതേ, ജീവിതകാലം മുഴുവൻ എങ്ങനെടാ വായിക്കൂടെ ശ്വാസം എടുക്ക? എവിടെ എന്റെ പൊന്നു മക്കളെ, നിങ്ങളുടെ അച്ഛൻ വരുന്നതിന് മുമ്പ് വേഗം വന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക്. ഇത് അയൽക്കാരാണോ അതോ നിത്യശല്യമോ? എന്നെന്തായാലും നല്ലൊരു ഭക്ഷണം കിട്ടിയിരിക്കുകയാണ്. രക്ഷിക്കണേ, ആരെങ്കിലും രക്ഷിക്കണേ, എന്റെ ചേട്ടൻ ബോക്സറാണേ. എന്തോ വലിയ ആപത്താണെന്ന് തോന്നുന്നു. രക്ഷിക്കണേ, ആരെങ്കിലും രക്ഷിക്കണേ. നിർത്ത്, മര്യാദയ്ക്ക് കുട്ടികളെ വിട്ടേക്ക്. മമ്മി മമ്മി മമ്മി. കൊച്ചു കുട്ടികളെയാണോ ഇങ്ങനെ ആക്രമിക്കുന്നത്? ഇന്നെന്താണ് നിന്നെ ഞങ്ങൾ വെറുതെ വിടാൻ പോകുന്നില്ല. എന്റെ പൊന്നു മക്കളെ, എന്റെ കുട്ടികളെ രക്ഷിച്ചതിന് നിങ്ങളോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എന്റെ ഭാര്യ മക്കളെയും പേടിപ്പെടുത്തുകയാണോ? എന്നെ ഒന്ന് ഞാൻ വെറുതെ വിടലടാ. പോട്ടെ പോട്ടെ എന്ന് വിചാരിച്ചപ്പോ വെള്ളത്തിലെടുക്കുന്നു. ഇതോടെ മിണ്ടാതിരുന്ന തനിക്ക് കൊള്ളാം. താൻ എന്താ കരുതിയേ ഞങ്ങൾ ഭീരുക്കളാണെന്നാണോ? ഇപ്പൊ ഞങ്ങൾ കാണിച്ചു തരാം. പൊപ്പട്ടെ സോർദാറേ, അറ്റാക്ക്! അയ്യോ, ഒന്ന് നിർത്തൂ. എന്റെ ചേട്ടൻ ബോക്സറായതുകൊണ്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് ദേഷ്യം വരും. നീ ഒന്ന് മാറി നിൽക്കുന്നുണ്ടോ? ഞാൻ പറയുന്ന കേൾക്കൂ. നിങ്ങൾ എന്തിനാ ഇവരെ തല്ലുന്നത്? ഇവരാണ് ആ പാമ്പിന്റെ കയ്യിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിച്ചത്. എന്താ? അതെ ചേട്ടാ, ഇവര് 4 പേര് ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവൻ തന്നെ നഷ്ടമായേനെ. സോറി, എന്നോട് നിങ്ങൾ ക്ഷമിക്കണം. അടിച്ചു പൊളിച്ചു തിമിർത്തു, ഞങ്ങളെ ഇടിച്ച് ചമ്മന്തിയാക്കിയതിനു ശേഷം ഇപ്പൊ വന്ന് സോറി ചോദിക്കുകയാണോ? എന്നോട് ക്ഷമിക്കൂ, ഞാൻ അറിയാതെ ചെയ്തു പോയതാ. അയൽക്കാര് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കണം. അതെ,
ഞാനൊരു ബലവാനായതുകൊണ്ട് ആരുടെയും സഹായം വേണ്ടെന്ന ഇത്രയും നാള് കരുതിയത്. എന്നാൽ ഇന്നൊരു കാര്യം മനസ്സിലായി, നല്ല അയൽവാസിയുടെ സഹായം എപ്പോഴും നമുക്ക് വേണം. കാര്യം മനസ്സിലായല്ലോ. ശരി, ഒരാലിംഗനം ചെയ്ത് നമുക്ക് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഒന്നുകൂടി കൂട്ടാം. സോറി. അടുത്തേക്കൊന്നും വന്നേക്കരുത്. എന്റെ ചേട്ടൻ ബോക്സർ ആയതുകൊണ്ട് ആരടുത്തേക്ക് വന്നാലും അദ്ദേഹം ബോക്സിംഗ് ആണെന്ന് കരുതി അവരെ പിടിച്ചിടിക്കും.